ഹായ് ഹലോ കഥാൻ ക്യാമറയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ SSMB 29 SS രാജമൗലി, മഹേഷ് ബാബു സിനിമയുടെ ഇവന്റ് ഒരു എന്താ പറയാ ടൈറ്റിൽ അതേപോലെ ഒരു ഗ്ലിംസ് റിലീസിംഗ് ഇവന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിലുള്ള ആക്ടേഴ്സ് പൃഥ്വിരാജ്, രാജമൗലി, അതേപോലെ രാജമൗലി ഡെഫിനറ്റ്ലി ആക്ടേഴ്സും പൃഥ്വിരാജും മഹേഷ് ബാബുവും പ്രിയങ്ക ചോപ്രയും എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു ബിഗ് ഇവന്റ്, ഒരു മാസീവ് ഇവന്റ്. അതിന്റെ ആ ഇവന്റിനെ കുറിച്ച് ആദ്യം പറയാം അല്ലെ. ഇവന്റിന്റെ ഞാൻ ഓരോ കാര്യങ്ങൾ കേട്ടായിരുന്നു. രാജമൗലി ആൻഡ് ഹിസ് ടീം ഡിസൈൻ ദ ഇവന്റ്. അവര് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചിട്ടായിരുന്നു ഇവന്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐ മീൻ ബിലോ ഇത്ര ഏജ് ഓഫ് ആൾക്കാർ ആൻഡ് സീനിയർ സിറ്റിസൺസ് ഇവർക്കൊന്നും ഇവന്റിലേക്ക് അലൗഡ് ആയിരുന്നില്ല. അതിന്റെ കാരണം ഇവര് മാക്സിമം കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടും സേഫ്റ്റി ഒരു ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് കണ്ടിട്ടുമായിരിക്കാം ആ ഒരു ഇവന്റ് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ഇറ്റ് വാസ് മാസീവ്. ഞാൻ അതിന്റെ വീഡിയോസും കാര്യങ്ങളും കണ്ടു. ആൻഡ് അവർ ആ ഒരു ഗ്ലിംസിൽ കൂടെയാണ് ഒരു ക്യാരക്ടർ റിവീലിംഗും പ്ലസ് നമ്മുടെ എന്താ പറയാ ടൈറ്റിൽ നെയിമും റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ വീഡിയോ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഈ ഒരു ഇതിൽ കൊടുക്കാൻ പറ്റില്ല. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടി സീരീസ് ആണ് റൈറ്റ്സ് ഹോൾഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ വീഡിയോ ഇതിലിടുമ്പോൾ അപ്പൊ തന്നെ കോപ്പി റൈറ്റ് കിട്ടും. അത് കഴിഞ്ഞ വട്ടം ഒരു സാധനം ചെയ്തപ്പോൾ തന്നെ എനിക്ക് കിട്ടി. അതിന് മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആഹ് എന്തിനാ വെറുതെ അങ്ങനത്തെ പരിപാടി എന്ന് വിചാരിച്ചിട്ട് ഞാനത് ആ വീഡിയോ ഒന്നും കാണിക്കണില്ല. നിങ്ങൾ തന്നെ കാണുകയായിരിക്കും നല്ലത്. ഞാൻ ജസ്റ്റ് ആ ക്യാരക്ടർ പോസ്റ്റർ പറയുമ്പോൾ തന്നെ എന്റെ സൈഡിൽ ഞാൻ കൊടുക്കാം. ആഹ് ഉഷാറ് പരിപാടിയാണ്. എനിക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ആ ഒരു ഫീൽ കിട്ടി. അത് എനിക്ക് രാജമൗലി ഈ പടങ്ങളുടെ ഒരു പ്രത്യേക ഗ്രേസ്, അതിന് പ്രത്യേക ഒരു ഫീലാണ്. അത് എനിക്ക് സത്യം പറയാനല്ലോ, ബാഹുബലി ഞാൻ പറഞ്ഞില്ല, അതിന്റെ മുന്നേ തന്നെ ധീര മഗധീര, ധീര, മഴവിൽ മനോരമയിലൊക്കെ വരുമ്പോ എന്നും കാണുമ്പോ ഐ മീൻ എപ്പോ വരുമ്പോഴും അതിരുന്ന് കാണുമ്പോ അതൊക്കെ ഒരു ഫീലായിരുന്നു ആ സിനിമയൊക്കെ. അത് ഈച്ച ഈച്ച സിനിമയൊക്കെ നല്ല രസമായിരുന്നല്ലോ. ആൻഡ് രാജമൗലിയുടെ പണ്ടത്തെ സിനിമകളൊക്കെ എടുത്താലും ഒരു പ്രത്യേകത ഉണ്ട് ആ സിനിമയ്ക്ക്. ബാഹുബലിയിൽ വന്നപ്പോ അത് വേറെ ലെവലിലേക്ക് പോയി, ഹ്യൂജ് ആയിട്ടുണ്ടായിരുന്നു. പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഗ്മെന്റ്, അതിനുശേഷമാണ് പാൻ ഇന്ത്യൻ സെഗ്മെന്റ് എന്ന് സ്റ്റാർട്ട് ചെയ്തത് തോന്നുന്നു. എല്ലാവരും സിനിമ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് കൊണ്ടുപോകണം നല്ല പാൻ ഇന്ത്യ എന്ന് പറഞ്ഞുള്ള കോൺസെപ്റ്റ് ആ ടൈമിലാണ് തോന്നുന്നു വരുന്നത്. അപ്പൊ ഈ ഒരു സിനിമ വേറെ ലെവലാവും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്ക് കിട്ടി ആ ഒരു ഇവന്റ് കണ്ടപ്പോ. അപ്പൊ അതില് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഒക്കെ. ഇപ്പൊ പൃഥ്വിരാജിന്റെ വന്നു, അത് വലിയൊരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. പ്രിയങ്ക ചോപ്രയുടെ വന്നു വെക്കുകയും ഒരു വാർ 2 സെറ്റപ്പ് പോലെ തോന്നിയിരിക്കും. അതെന്തായിരിക്കും ഓവറാവോ എന്നല്ല. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു രാജമൗലിയാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ ഒരു ഫാക്ടറായിട്ട് അവിടെ ഇരിക്കുന്ന ആള്. സിനിമ എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസമാണ്. ആൻഡ് അതിന്റെ മുകളിലേക്ക് അവരൊരു ഹൈപ്പ് എപ്പോഴാണ് കിട്ടി വെച്ച് കഴിഞ്ഞാൽ പുതിയ അവരുടെ ഒരു ലിറിക്കൽ വീഡിയോ ഔട്ട് ആയിട്ടായിരുന്നു. അത് സഞ്ചാരി എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ ശ്രുതി ഹാസൻ പാടിയ. അത് കേട്ടപ്പോ ഒരു ഫീല് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ ഒരു ലിറിക്കൽ സംഭവം ഇങ്ങനെ കേൾക്കാൻ തോന്നുക. അത് കേൾക്കുമ്പോ തന്നെ എന്തോ ഒരു ഫീല്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ പ്രഭാസിന്റെ കൽക്കി വേറൊരു ഫീല്, വേറൊരു കൈൻഡ് ഓഫ് എനർജി ആയിരുന്നു ആ സിനിമ കാണുമ്പോൾ കിട്ടുന്നുണ്ടായിരുന്നത്. പണ്ടത്തെ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ, ആ ഒരു ഹിസ്റ്ററി ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് ഒരു ഫ്യൂച്ചറിസ്റ്റിക് പടമായിരുന്നു കൽക്കി. അപ്പോ ഈ ഒരു സിനിമ, ഇതിന്റെ പേര് ആദ്യം എനിക്ക് ക്ഷമ ചോദിക്കാം, എല്ലാവരും ഞാൻ ക്ഷമ ചോദിക്കണം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബ് ട്രോട്ടർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ സിനിമയെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് മൈ ബാഡ്, സിനിമ ടൈറ്റിൽ എന്താണ് റിലീസ് ചെയ്യുന്നത് ആൻഡ് ടൈറ്റിൽ നെയിം എന്ന് പറയുന്നത് വാരണാസി എന്നാണ്. അത് വാരണാസി എങ്ങനെ വേണമെങ്കിലും പ്രൊണൗൺസ് ചെയ്യാം. എനിക്ക് അതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയില്ല. ഞാൻ പണ്ട് മുതലേ വാരണാസി എന്നായിരുന്നു ആ സ്ഥലത്തിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതന്നെ ഫോളോ ചെയ്യണത്. അപ്പോൾ അതാണ് സിനിമയുടെ ടൈറ്റിൽ നെയിം. ആൻഡ് ദ റിലീസ്ഡ് എ ക്യാരക്ടർ പോസ്റ്റർ ഓഫ് മഹേഷ് ബാബു. അതായിരുന്നു ടോപ്പ് പരിപാടി. അതിന്റെ ഒരു എന്താ പറയാ, അത് കഴിഞ്ഞിട്ടാണ് വാരണാസി എഴുതി കാണിച്ചത്. ആ ഒരു ഇവന്റ് നിങ്ങൾ കണ്ടു നോക്കുക. അത് വീഡിയോയില് മഹേഷ് ബാബുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതി മൊത്തത്തിലൊരു വൈബായിരുന്നു. അത് ആ സംഭവം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതും ഈ കൽക്കിയൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ ഇന്ത്യ ഓൺ ചെയ്യണ കുറെ കാര്യങ്ങളുണ്ടല്ലോ, കഥകള്, ഹിസ്റ്ററി, ഇതിനെ ബേസ് ചെയ്തിട്ട് അവരൊരു വേറെ ലെവൽ പടം എടുക്കാനുള്ള പ്ലാനാണ്. അത് രാജമൗലിയുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മുടെ വേൾഡിൽ കിട്ടുന്ന എല്ലാ റിസോഴ്സും വെച്ചിട്ട് ആളത് ടോപ്പ് നോച്ച് ആയിട്ട് ഇറക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് 2027 സിനിമയുടെ റിലീസ്. എത്ര കാലം വെയിറ്റ് ചെയ്യണം. അപ്പം എന്തായാലും ഉഷാർ പരിപാടിയാണെന്ന് വിചാരിക്കണം. ആൻഡ് മഹേഷ് ബാബുയുടെ ക്യാരക്ടർ പോസ്റ്റർ മാസ് പരിപാടി. എനിക്ക് എന്തോ അതിലെ സിറ്റുവേഷൻ ഒക്കെ ഈ പറഞ്ഞ പോലെ ഓവർ ദ ടോപ്പ് പരിപാടിയൊക്കെ തന്നെയാണ്. എന്നാൽ കൂടെ അത് കാണുമ്പോൾ ഒരു രസം തോന്നി. എന്തായാലും പടം ഉഷാറാവട്ടെ. അപ്പൊ നമ്മുടെ മഹേഷ് ബാബുയുടെ ക്യാരക്ടർ നെയിമാണ് രുദ്ര. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ആളുടെ ക്യാരക്ടർ പോസ്റ്റർ കിടുവായിരുന്നു. സിനിമ എന്തായാലും സിനിമയായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ സാധനം ഉഷാറാവട്ടെ. ഞാൻ ഒരുപാട് വെയിറ്റിംഗ് ആണ്. ഇപ്പൊ കുറച്ചും കൂടെ ഒന്ന് ഹൈറ്റായി. അപ്പൊ ഇതിന്റെ ടൈറ്റിലും ഗ്ലിംസും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഇതിന്റെ ട്രെയിലർ ലോഞ്ച് പരിപാടിയൊക്കെ എന്തായിരിക്കും എന്നുള്ളത്. ഇത് പ്രോപ്പർ പ്ലാൻ ചെയ്തിട്ട് അവരൊരു കിടിലൻ സംഭവം ഇറക്കി വിടണം. ആൻഡ് അതിന് കിട്ടുന്ന ഒരു വരവേൽപ്പ് കാര്യങ്ങൾ ഒക്കെ ഗംഭീരാണ്. പറഞ്ഞ പോലെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം, നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പം
ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സ് സിനിമയുടെ ഭാഗത്ത് ഉണ്ടാവും. എന്തായാലും നമുക്ക് നോക്കാം. എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ പറയും. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ എന്താ പറയാ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ടാറ്റ ബൈ ബൈ.